പരിശുദ്ധ കുർബാന വിളിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ചങ്കുപൊട്ടി പറഞ്ഞു, കർത്താവേ, എന്നെ ആർക്കും വേണ്ട. എൻ്റെ അപ്പനും അമ്മയും പറയുന്നു ഈ കുടുംബത്തിൻ്റെ ശാപമാടാ നീ എന്ന്. എൻ്റെ സഹോദരങ്ങൾ പറയുന്നു നീ മൂലമായി കുടുംബം തകർന്നു പോയതെന്ന്. എൻ്റെ കൂട്ടുകാരൻ എന്നെ കൈവിട്ടു. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. മരണം എന്നോട് പറഞ്ഞു മരണത്തിന് എന്നെ വേണ്ടെന്ന്. ആർക്കും വേണ്ടാത്ത ജീവിതത്തെ നീ എന്തിനവിടെ കൊണ്ടുവന്നത്? നിനക്ക് വേണോ ജീവിതം? ഞാനിതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും ഭരണകർത്താവും നാഥനും നീയാ. ഇനി നിനക്ക് വേണ്ടാത്തത് എനിക്ക് വേണ്ട. ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പുകവലിക്കില്ല, ഞാൻ ഉത്സവ പറമ്പുകളിൽ പോകില്ല, സിനിമാ തിയേറ്ററിൽ കയറില്ല, ഞാൻ വൃത്തികെട്ട പുസ്തകങ്ങൾ വായിക്കില്ല, മാതാപിതാക്കളെ ധിക്കരിക്കില്ല. ഞാൻ തീരുമാനമെടുത്തു. എന്നിട്ട് കുര്യാക്കോസ് പുന്നോലച്ചൻ്റെ മുറിയിൽ ചെന്ന് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സത്യകുംഭസാരം, ചെയ്തു പോയ മാരക പാപങ്ങൾ തുറന്നേറ്റു പറഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനമൊക്കെ തീർന്ന് അഭിഷേക പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് ഞാൻ പാലായിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരുമ്പോൾ രാത്രിയായി. എൻ്റെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, മോനെ ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പാവം എൻ്റെ അപ്പച്ചൻ അമ്മയോട് പറയുന്ന കേൾക്കാം, ധ്യാനം നന്നായിരുന്നു എന്ന് പറഞ്ഞു. ആർക്കറിയാം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? എനിക്കറിയില്ല. അപ്പം അമ്മ പറയുന്നു, നിങ്ങൾ കരയല്ലേ, അവനൊരു മാറ്റം ഉണ്ടാകും, നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ. എത്ര വർഷത്തെ പ്രാർത്ഥനയാ. കുറേ നേരമായപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, നീ അവന് ഭക്ഷണം വിളമ്പി വെക്ക്, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. പാവ അമ്മ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം വിളമ്പുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ വിളിക്കാൻ എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാൻ അവിടെ ഇല്ല. അടുത്ത മുറി നോക്കി, ഞാൻ അവിടെ ഇല്ല. എൻ്റെ അപ്പച്ചൻ മുറ്റത്തിറങ്ങി അവിടെയാണ് നിൽപ്പുണ്ടോ നോക്കിയപ്പോൾ അവിടെ ഇല്ല. എൻ്റെ അപ്പച്ചന് മനസ്സിലായി. ഒരാഴ്ച മദ്യപിക്കാതിരുന്നതിൻ്റെ പലിശ സഹിതം കുടിക്കാൻ ഷാപ്പിലേക്ക് പോയി. ചങ്കുപൊട്ടുന്ന വേദനയോടെ എൻ്റെ അപ്പച്ചൻ കരഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കൊച്ചു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ആ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ വാതിലിങ്ങനെ തുറക്കുമ്പോൾ കാണുന്നത് ഞാൻ ആ മുറിയിൽ ഒരു പായ വിരിച്ച് ഒരു ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുട്ടുകുത്തി നിശബ്ദമായി നിന്ന് പ്രാർത്ഥിക്കുന്നതാ. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക. ഈ പാട്ടെൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കി. എൻ്റെ ദൈവം കരയുന്നതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്നുള്ളൊരു ബോധ്യം കിട്ടിയപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ആ പന്തലിൽ, ആ പച്ച മണ്ണിൽ പോയിരുന്ന് വൈകിട്ട് 5 മണി വരെ അവിടെ ഇരുന്ന് കരഞ്ഞു. ബാക്കിയുള്ള 4 ദിവസങ്ങളിലും കൺവെൻഷനിൽ പങ്കെടുത്തു. 5-ാം ദിവസം ഒരു അനൗൺസ്മെന്റ് കേട്ടു. പാലായിക്കടുത്ത് താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് യുവതി യുവാക്കൾക്ക് വേണ്ടി ഒരു ധ്യാനം ഉണ്ടെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ധ്യാനത്തിന് വേണ്ടി എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ചാൽ ഞാൻ ദൈവത്തിന്റെ വചനം ആദ്യമായി കേൾക്കുന്നത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവം ഉണ്ടെന്ന്. ഞാൻ വചനമൊക്കെ കേട്ട് ത്രില്ലടിച്ചിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സാണ് യേശുവാണ് ഏകരക്ഷകൻ, അവൻ്റെ കയ്യിൽ സൗഖ്യമുണ്ടെന്ന്. എൻ്റെ അമ്മ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു, എൻ്റെ സഹോദരി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ കയ്യിൽ സൗഖ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തണം, എൻ്റെ സഹോദരിയെ സുഖപ്പെടുത്തണം. ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിൻ്റെ ക്ലാസ് എന്താണെന്നറിയാമോ? പാപത്തെക്കുറിച്ചായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, സൗഖ്യം നമ്മുടെ മേൽ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നൊരു മേഖലയാണ് പാപം. നാളെ നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കും. പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ച് ക്ലാസ് കേട്ടപ്പോൾ, 10 പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ക്ലാസ് കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യം വന്നു. ഞാൻ ചെയ്യുന്ന മാരക പാപങ്ങൾ എത്ര ഭയാനകമാണെന്ന്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. നേരം വെളുത്തപ്പോൾ ഞാൻ ധ്യാനഗുരുവിനെ ചെന്ന് കണ്ടു പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് സംസാരിക്കണം, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അച്ഛൻ ചോദിച്ചു, നീ കുമ്പസാരിച്ചില്ലേ? ഇന്ന് കുമ്പസാര ദിവസമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചില്ല. നീ എന്താ കുമ്പസാരിക്കാത്ത? അച്ഛൻ ഞാനൊരു യാക്കോബക്കാരനായി ഞാൻ കത്തോലിക്ക അച്ഛൻ്റെ മുമ്പിൽ എങ്ങനെ കുമ്പസാരിക്കാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ കുമ്പസാരമുള്ളത് കൊണ്ട് നിനക്ക് നിങ്ങളുടെ അച്ഛന്മാരില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ കുമ്പസാരിക്കാൻ അനുവാദം ഉണ്ടെന്ന് പറഞ്ഞു. 2 സഭകൾ തങ്ങളിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചിട്ട് വാ, നമുക്ക് സംസാരിക്കാം. അമ്മയും സഹോദരിയും മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അവരെന്നെ വിളിച്ചു പറയും, നീ ഒന്ന് ദൈവത്തിലേക്ക് മടങ്ങി വന്ന ഞങ്ങളുടെ രോഗത്തിന് മാറ്റം ഉണ്ടാകും, സൗഖ്യം കിട്ടും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചാരായ ഷാപ്പിലേക്കാണ്. പട്ടച്ചാരായവും നാടൻ ചാരായവും കുടിച്ച് പല രാത്രികളിൽ വീട്ടിലേക്ക് വരാതെ കടത്തിണ്ണകളിലും ഉത്സവ പറമ്പുകളിലും പ്രിയപ്പെട്ടവരെ കൂട്ടുകാരുടെ വീടുകളിലും ഒക്കെ ആയിട്ട് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. നാളുകൾ കടന്നുപോയി. എൻ്റെ മാതാപിതാക്കൾ ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അടുത്ത ഇടപെടൽ. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറിപ്പോയി. എനിക്ക് വലിയൊരു ആഘാതമായി. ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? മരിക്കാൻ തീരുമാനമെടുത്ത്
ഞാൻ ഒരു പിടി ഉറക്കഗുളിയെ സംഘടിപ്പിച്ചു. ആ ഉറക്കഗുളിയെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഞാൻ കുടിച്ചു. നേരമെടുത്തപ്പോൾ ഞാൻ അബോധാവസ്ഥയിലാണ്. എൻ്റെ വീട്ടുകാരനെ കൊട്ടിയെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, മരിച്ചു പോകും, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കും. എൻ്റെ അപ്പച്ചൻ എന്നെ കൊല്ലം ഉപാസന ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ അന്ന് ആ ഹോസ്പിറ്റലിൽ നടത്തിയ ഡോക്ടർ ഭാസ്കരനുമായിട്ട് എൻ്റെ അപ്പച്ചന് പരിചയം ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, ഇത് മരിച്ചു പോവും, ഞങ്ങൾ പോലീസ് കേസ് എടുക്കത്തില്ല. എൻ്റെ അപ്പച്ചൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ പോലീസിൽ കേസാകും, പത്രങ്ങളിൽ വാർത്ത വരും, അപമാന ഭാരം. അന്ന് നമുക്കറിയാമല്ലോ, ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ ഡെഡ് ബോഡികൾ സെമിത്തേരി അടക്കത്തില്ല, തെമ്മാടിക്കുഴി അടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. 88 കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളാണ്. മൂത്ത 2 ചേച്ചിമാർ, പിന്നെ 4 ആൺകുട്ടികൾ. ഈ 6 മക്കളിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്നത് വൈദികനാക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുനാൾ മുതൽ ആത്മീയമായൊരു അടിത്തറയൊക്കെ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ എൻ്റെ യൗവന കാലഘട്ടം, യൂത്ത് ആ ഏജിലേക്ക് വന്നപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും വചനവും പ്രാർത്ഥനയൊക്കെ ഞാൻ വിട്ട് ഞാൻ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് ഓടിപ്പോയ വ്യക്തിയാണ്. ചുരുക്കം പറയട്ടെ, ഞാൻ പഠിച്ചത്, ഞാൻ കൊല്ലക്കാരനാണ്. ഞാൻ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ് പഠിച്ചത്. ഞാൻ 1986, 89 അവിടെ പഠിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സ്റ്റാൻലി റോമൻ പിതാവ് അവിടെ പ്രിൻസിപ്പളായിരുന്നു. ഞാൻ ചെല്ലുന്ന ഫസ്റ്റ് ഇയർ അദ്ദേഹം അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിരുന്നു. പിന്നെ ബാക്കി 2 വർഷം ഞാൻ പഠിക്കുമ്പോൾ അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു. അന്ന് ഞാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാവായിരുന്നു. അരയിൽ ബുള്ളറ്റ് ചെയിനും കടാരയും പേനാക്കത്തിയുമായി കോളേജിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ കോളേജ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. നല്ലപോലെ മദ്യപിക്കുമായിരുന്നു. പട്ടച്ചാരായം, നാടൻ ചാരായം തുടങ്ങിയ ലഹരിയൊക്കെ ഉപയോഗിച്ച് പല ദിവസങ്ങളും കോളേജിൽ ഞങ്ങൾ പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാം, ഡിസ്മിസ് ചെയ്യാം. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചേർന്നത്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നേതാവായ പിന്നെ വലിയ ആക്ഷനൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഞാൻ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയം ഒരു ഹൈന്ദവ പെൺകുട്ടിയുമായി പ്രണയത്തിലായി. ഈ പ്രണയം 2-2.5 വർഷം വീട്ടിൽ മൂടി വെച്ചെങ്കിലും വീട്ടുകാരറിഞ്ഞു. എൻ്റെ വീട്ടുകാർ ശക്തമായി എതിർത്തപ്പോൾ എതിർപ്പ് വകവയ്ക്കാതെ ഞാൻ ആ പ്രേമബന്ധത്തിൽ തുടർന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ഞങ്ങളിതിന് ബന്ധത്തിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. വൈദികനാക്കാൻ എന്നെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ മദ്യക്കുപ്പി വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് മദ്യം കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ മദ്യപിക്കാൻ തുടങ്ങി. സ്വന്തം നാട്ടിൽ ഒരു മദ്യപാനിയായി ആഭാസനായി ഞാൻ ജീവിച്ചു. എന്നെ ഒരു സെമിനാരിയിലും എടുക്കരുത്, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ തികഞ്ഞ മദ്യപാനിയായിട്ട് ജീവിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപദേശിച്ചു മടുത്തപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ വലിയ ഒരു ദുരന്തം ഉണ്ടായി. ഒരു വലിയ ദുരന്തം. എൻ്റെ 2ാമത്തെ സഹോദരി, 2 സഹോദരിമാർ വിവാഹിതരായി. 2ാമത്തെ സഹോദരിക്ക് 2 കുഞ്ഞുങ്ങളായി. ആ സമയത്തൊരു മാരക രോഗം പിടിപെട്ടു. ഞങ്ങൾ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം ഉപാസന ഹോസ്പിറ്റൽ, കൊല്ലം ബെൻസീഗർ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജ്, കളിയിക്കാവളം ഭാഗത്തുള്ള വൈദ്യന്മാർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ചികിത്സകൾ ചെയ്തു. ഡോക്ടർമാർ അവസാനം പറഞ്ഞു, വർഷങ്ങളുടെ ചികിത്സ, ഇത് ആർത്രൈറ്റിസ് രോഗമായി, രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞു. ഈ രോഗം ശരീരത്തെ മൊത്തം ബാധിച്ചു. 6 മാസത്തിനകം മരിച്ചു പോവും. ഇനി ചികിത്സിക്കേണ്ട, പണം കളയണ്ട. ഞങ്ങൾ കൊടുക്കുന്ന ഗുളിക വേദന അറിയാതിരിക്കാനുള്ള ഗുളിക. എൻ്റെ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടിരുന്നു. എൻ്റെ വീട്ടിലൊരു മുറിയിൽ ഒരു കട്ടിൽ തളർന്നു കിടക്കുമ്പോൾ സ്വന്തം തലമുടി ഒന്ന് കൈകൊണ്ട് കെട്ടിവെക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും കെട്ടിവെച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം തനിയെ കുടിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും എടുത്ത് ചുണ്ടിൽ പിടിപ്പിച്ചു കൊടുക്കണം. മരണത്തോട് മല്ലടിച്ച് എൻ്റെ ചേച്ചി അവിടെ കിടക്കുമ്പോൾ അതേ മുറിയിൽ തൊട്ടടുത്തൊരു കട്ടിലിൽ എൻ്റെ അമ്മ തളർന്നു കിടക്കുക. എൻ്റെ അമ്മയുടെ രോഗം അസ്ഥികൾക്ക് തേയ്മാനം, അസ്ഥികൾ മുഴുവൻ തേഞ്ഞു പോകുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗം, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയും സഹോദരിയും മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അവരെന്നെ വിളിച്ചു പറയും, നീ ഒന്ന് ദൈവത്തിലേക്ക് മടങ്ങി വന്ന ഞങ്ങളുടെ രോഗത്തിന് മാറ്റം ഉണ്ടാകും, സൗഖ്യം കിട്ടും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചാരായ ഷാപ്പിലേക്കാണ്. പട്ടച്ചാരായവും നാടൻ ചാരായവും കുടിച്ച് പല രാത്രികളിൽ വീട്ടിലേക്ക് വരാതെ കടത്തിണ്ണകളിലും ഉത്സവ പറമ്പുകളിലും പ്രിയപ്പെട്ടവരെ കൂട്ടുകാരുടെ വീടുകളിലും ഒക്കെ ആയിട്ട് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. നാളുകൾ കടന്നുപോയി. എൻ്റെ മാതാപിതാക്കൾ ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അടുത്ത ഇടപെടൽ. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറിപ്പോയി. എനിക്ക് വലിയൊരു ആഘാതമായി. ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? മരിക്കാൻ തീരുമാനമെടുത്ത് ഞാൻ ഒരു പിടി ഉറക്കഗുളിയെ സംഘടിപ്പിച്ചു. ആ ഉറക്കഗുളിയെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഞാൻ കുടിച്ചു. നേരമെടുത്തപ്പോൾ ഞാൻ അബോധാവസ്ഥയിലാണ്. എൻ്റെ വീട്ടുകാരനെ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, മരിച്ചു പോകും,
നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കും. എൻ്റെ അപ്പച്ചൻ എന്നെ കൊല്ലം ഉപാസന ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ അന്ന് ആ ഹോസ്പിറ്റൽ നടത്തിയ ഡോക്ടർ ഭാസ്കരനുമായിട്ട് എൻ്റെ അപ്പച്ചന് പരിചയം ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, ഇത് മരിച്ചു പോവും, ഞങ്ങൾ പോലീസ് കേസ് എടുക്കത്തില്ല. എൻ്റെ അപ്പച്ചൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ പോലീസിൽ കേസാകും, പത്രങ്ങളിൽ വാർത്ത വരും, അപമാന ഭാരം. അന്ന് നമുക്കറിയാമല്ലോ, ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ ഡെഡ് ബോഡികൾ സെമിത്തേരി അടക്കത്തില്ല, തെമ്മാടിക്കുഴി അടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. 88 കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങളിവിടുന്ന് പറഞ്ഞു വിടരുത്. ഡോക്ടർ പറഞ്ഞു, എന്തു വന്നാലും പരാതിയില്ലെന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഒപ്പിട്ട് കൊടുത്തു. എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് വൈകിട്ട് ഞാൻ അപകടനില തരണം ചെയ്തു. പിറ്റേന്ന് രാവിലെ ഡിസ്ചാർജ് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു. നാട്ടിലൊക്കെ സംഭവം അറിഞ്ഞു. നാട്ടുകാരെന്നെ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരെന്നെ കാണുമ്പം ചോദിക്കും, വർഗീസേ ഉറക്ക ഗുളിയുണ്ടോ, സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടോ? നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഘട്ടം വന്നപ്പോൾ മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഞാൻ വീണ്ടും മരിക്കാൻ ശ്രമിച്ചു. മെർക്കുറി എന്ന് പറയുന്ന ഒരു കെമിക്കൽ, മെർക്കുറി ഏതെങ്കിലും മരത്തിൻ്റെ തായ്തടിയിൽ ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിനുള്ളിലേക്ക് മെർക്കുറി കയറ്റി വെച്ചാൽ മരം ഉണങ്ങിപ്പോവും. മരങ്ങളെപ്പോലെ ഉണക്കുവാൻ ശക്തിയുള്ള മെർക്കുറി ഒരു സിറിഞ്ചിനകത്ത് നിറച്ചിട്ട് എൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. 3 സ്ഥലത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. ശാസ്ത്രം പഠിപ്പിക്കുന്നത് മെർക്കുറി മനുഷ്യ ശരീരത്തിൽ കയറിയാൽ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോവും. ഞാൻ മരിക്കാൻ വേണ്ടി കാത്തു കിടക്കുന്നു. 3.5 മാസത്തോളമായി ഞാൻ മരിക്കുന്നില്ല. ഞാൻ മെർക്കുറി കുത്തിവെച്ച ഭാഗത്ത് മാംസം മുകളിലേക്ക് വളർന്നു വരാൻ തുടങ്ങി. ഇത് കണ്ട വീട്ടുകാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുട്ടിയെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബയോപ്സി ടെസ്റ്റിന് വേണ്ടി എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ്റെ സമയത്ത് എൻ്റെ ബ്ലഡിൻ്റെ കൂടെ മെർക്കുറി പുറത്തേക്ക് ചാടുന്നു. പ്രിയപ്പെട്ടവരെ, 2 ഭാഗം ഓപ്പറേറ്റ് ചെയ്തു. ഞാൻ കുറേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ മുറിവെല്ലാം കൊണ്ട് വ്രണം പോലായി. നാട്ടുകാരൊക്കെ അറിഞ്ഞു, നാട്ടിലൊക്കെ അറിഞ്ഞു. എൻ്റെ കൂട്ടുകാരെ എന്നെ കാണുമ്പോൾ ചോദിക്കും, വർഗീസ് മെർക്കുറി ഉണ്ടോ? എനിക്കൊരു പുതിയ പേര് കിട്ടി നാട്ടിൽ, മെർക്കുറി വർഗീസ് എന്ന്. ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും? അങ്ങനെ ഞാൻ വീണ്ടും മരിക്കാൻ വേണ്ടി ഒരു കത്ത് കുറിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ നാട് വിട്ടുപോയി. ചെന്നത് ചെന്നൈയിൽ, ഇന്നത്തെ ചെന്നൈയിൽ, അന്ന് മദ്രാസ. ഞാൻ അവിടെ വെച്ച് മരിക്കാൻ ശ്രമിച്ചു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുക, ദൈവത്തിൻ്റെ അത്ഭുത കരം പ്രവർത്തിച്ചു. ദൈവം എന്നെ പൊക്കിയെടുത്ത് അവിടുന്ന് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. 1992 ഏപ്രിൽ മാസത്തിൽ ഞാൻ വീട്ടിലെത്തി. പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ കടന്നുപോയി. വീട്ടുകാർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. 1992 നവംബർ മാസം 13-ാം തീയതി മുതൽ കൊല്ലം രൂപതയെ പിടിച്ചു കുലുക്കിയൊരു സംഭവം. കൊട്ടിയം നിത്യസഹായ മാതാ ലത്തീൻ കത്തോലിക്ക പള്ളിയുടെ മുറ്റത്ത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് പുന്നോലച്ചൻ നയിക്കുന്ന കൺവെൻഷൻ്റെ ആദ്യ ദിവസം കോരിച്ചേരി എന്ന പേമാരി. ആ പേമാരിയുടെ സമയത്ത് ഒരു പന്തൽ പൊളിഞ്ഞു വീണ്, ഒരു തെങ്ങ് പൊളിഞ്ഞു വീണ് കൺവെൻഷൻ്റെ ആദ്യ രാത്രി തന്നെ ആ പന്തലെല്ലാം പൊളിഞ്ഞുപോയി. നിങ്ങൾക്കൊക്കെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. ആ കൺവെൻഷൻ്റെ ആദ്യ ദിവസം ഞാൻ അവിടെ ചെല്ലുന്നു. കോരിച്ചെരിയുന്ന പേമാരിയിൽ പന്തലെല്ലാം ചോർന്നൊലിക്കുമ്പോൾ ദൂരെ ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ ഒരു കാഴ്ചക്കാരനെ പോലെ മാറി നിൽക്കുമ്പോൾ അവിടെ കേട്ടൊരു പാട്ട്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക. ഈ പാട്ടെൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കി. എൻ്റെ ദൈവം കരയുന്നതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്നുള്ളൊരു ബോധ്യം കിട്ടിയപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ആ പന്തലിൽ, ആ പച്ച മണ്ണിൽ പോയിരുന്ന് വൈകിട്ട് 5 മണി വരെ അവിടെ ഇരുന്ന് കരഞ്ഞു. ബാക്കിയുള്ള 4 ദിവസങ്ങളിലും കൺവെൻഷനിൽ പങ്കെടുത്തു. 5-ാം ദിവസം ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. പാലായിക്കടുത്ത് താബോർ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് യുവതീ യുവാക്കൾക്ക് വേണ്ടി ഒരു ധ്യാനമുണ്ടെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ധ്യാനത്തിന് വേണ്ടി എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ വചനം ആദ്യമായി കേൾക്കുന്നത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ടെന്ന് ഞാൻ വചനമൊക്കെ കേട്ട് ത്രില്ലടിച്ചിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സാണ് യേശുവാണ് ഏകരക്ഷകൻ, അവൻ്റെ കയ്യിൽ സൗഖ്യമുണ്ടെന്ന്. എൻ്റെ അമ്മ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു, എൻ്റെ സഹോദരി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, നിൻ്റെ കയ്യിൽ സൗഖ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തണം, എൻ്റെ സഹോദരിയെ സുഖപ്പെടുത്തണം. ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിൻ്റെ ക്ലാസ് എന്താണെന്നറിയാമോ? പാപത്തെക്കുറിച്ചായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, സൗഖ്യം നമ്മുടെ മേൽ കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നൊരു മേഖലയാണ് പാപം. നാളെ നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കും. പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ച് ക്ലാസ് കേട്ടപ്പോൾ, 10 പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ക്ലാസ് കേട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യം വന്നു. ഞാൻ ചെയ്യുന്ന മാരക പാപങ്ങൾ എത്ര ഭയാനകമാണെന്ന്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. നേരം വെളുത്തപ്പോൾ ഞാൻ ധ്യാന ഗുരുവിനെ ചെന്ന് കണ്ടു പറഞ്ഞു,
അച്ഛോ എനിക്കൊന്ന് സംസാരിക്കണം, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അച്ഛൻ ചോദിച്ചു, നീ കുമ്പസാരിച്ചില്ലേ? ഇന്ന് കുമ്പസാര ദിവസമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചില്ല. നീ എന്താ കുമ്പസാരിക്കാത്ത? അച്ഛൻ ഞാനൊരു യാക്കോബക്കാരനായി ഞാൻ കത്തോലിക്ക അച്ഛൻ്റെ മുമ്പിൽ എങ്ങനെ കുമ്പസാരിക്കാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ കുമ്പസാരമുള്ളത് കൊണ്ട് നിനക്ക് നിങ്ങളുടെ അച്ഛന്മാരില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ കുമ്പസാരിക്കാൻ അനുവാദമുണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് സഭകൾ തങ്ങളിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചിട്ട് വാ, നമുക്ക് സംസാരിക്കാം. പാലാ താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ ചാപ്പലിൽ പരിശുദ്ധ കുർബാന വിളിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകൊത്തി നിന്നുകൊണ്ട് ഞാൻ ചങ്കുപൊട്ടി പറഞ്ഞു, കർത്താവേ എന്നെ ആർക്കും വേണ്ട. എൻ്റെ അപ്പനും അമ്മയും പറയുന്നു ഈ കുടുംബത്തിൻ്റെ ശാപമാടാ നീ എന്ന്. എൻ്റെ സഹോദരങ്ങൾ പറയുന്നു നീ മൂലമായി കുടുംബം തകർന്നു പോയതെന്ന്. എൻ്റെ കൂട്ടുകാരൻ എന്നെ കൈവിട്ടു. ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. മരണം എന്നോട് പറഞ്ഞു മരണത്തിന് എന്നെ വേണ്ടെന്ന്. ആർക്കും വേണ്ടാത്ത ജീവിതത്തെ നീ എന്തിനവിടെ കൊണ്ടുവന്നത്? നിനക്ക് വേണോ ജീവിതം? ഞാനിതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും ഭരണകർത്താവും നാഥനും നീയാ. ഇനി നിനക്ക് വേണ്ടാത്തത് എനിക്ക് വേണ്ട. ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പുകവലിക്കില്ല, ഞാൻ ഉത്സവ പറമ്പുകളിൽ പോകില്ല, സിനിമാ തിയേറ്ററിൽ കയറില്ല, ഞാൻ വൃത്തികെട്ട പുസ്തകങ്ങൾ വായിക്കില്ല, മാതാപിതാക്കളെ ധിക്കരിക്കില്ല. ഞാൻ തീരുമാനമെടുത്തു. എന്നിട്ട് കുര്യാക്കോസ് പുന്നോലച്ചൻ്റെ മുറിയിൽ ചെന്ന് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സത്യകുമ്പസാരം, ചെയ്തു പോയ മാരക പാപങ്ങൾ തുറന്നേറ്റു പറഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനമൊക്കെ തീർന്ന് അഭിഷേക പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് ഞാൻ പാലായിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരുമ്പോൾ രാത്രിയായി. എൻ്റെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, മോനെ ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പാവം എൻ്റെ അപ്പച്ചൻ അമ്മയോട് പറയുന്ന കേൾക്കാം, ധ്യാനം നന്നായിരുന്നു എന്ന് പറഞ്ഞു. ആർക്കറിയാം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? എനിക്കറിയില്ല. അപ്പം അമ്മ പറയുന്നു, നിങ്ങൾ കരയല്ലേ, അവനൊരു മാറ്റം ഉണ്ടാകും, നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ. എത്ര വർഷത്തെ പ്രാർത്ഥനയാണ്. കുറേ നേരമായപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, നീ അവന് ഭക്ഷണം വിളമ്പി വെക്ക്, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. പാവ അമ്മ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം വിളമ്പുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ വിളിക്കാൻ എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാൻ അവിടെ ഇല്ല. അടുത്ത മുറി നോക്കി, ഞാൻ അവിടെ ഇല്ല. എൻ്റെ അപ്പച്ചൻ മുറ്റത്തിറങ്ങി അവിടെയാണ് നിൽപ്പുണ്ടോ നോക്കിയപ്പോൾ അവിടെ ഇല്ല. എൻ്റെ അപ്പച്ചന് മനസ്സിലായി, ഒരാഴ്ച മദ്യപിക്കാതിരുന്നതിൻ്റെ പലിശ സഹിതം കുടിക്കാൻ ഷാപ്പിലേക്ക് പോയി. ചങ്കുപൊട്ടുന്ന വേദനയോടെ എൻ്റെ അപ്പച്ചൻ കരഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കൊച്ചു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ആ പ്രാർത്ഥനാ മുറിയിലിറങ്ങി ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ വാതിലിങ്ങനെ തുറക്കുമ്പോൾ കാണുന്നത്, ഞാൻ ആ മുറിയിൽ ഒരു പായ വിരിച്ച് ഒരു ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുട്ടുകുത്തി നിശബ്ദമായി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ അപ്പച്ചൻ അടുക്കളയിൽ പോയി അമ്മയുടെ കൈക്ക് പിടിച്ച് ആ മുറിയിലേക്ക് കൊണ്ടുവന്നു. അമ്മയും കണ്ടു ആ ദൃശ്യം. അതിനുശേഷം എൻ്റെ അമ്മ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഈ കുഞ്ഞിനെ എങ്ങനെ കാണാനുള്ള ഭാഗ്യം തന്നല്ലോ എന്ന്. ഞാൻ കണ്ണു തുറന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും തൊട്ട് പുറകിലുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റു. എൻ്റെ മുമ്പിലേക്ക് 4 കൈകൾ നീട്ടപ്പെട്ടപ്പോൾ ആ കരവലയത്തിനുള്ളിലൂടെ എൻ്റെ മാതാപിതാക്കളുടെ ചങ്കോട് ചേർന്ന് കിടക്കുമ്പോൾ അവരുടെ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ എൻ്റെ ശരീരത്തിലേക്ക് ഇറ്റിറ്റ് വീണത് ഞാൻ അനുഭവിച്ചു. അതിനുശേഷം ഇന്ന് 32 വർഷമായി അവരുടെ മകൻ മദ്യപിച്ചിട്ടില്ല, അവരുടെ മകൻ പുകവലിച്ചിട്ടില്ല, അവരുടെ മകൻ സിനിമാ തിയേറ്ററിൽ കയറിയിട്ടില്ല, അവരുടെ മകൻ ഉത്സവ പറമ്പുകളിൽ പോയിട്ടില്ല. അവരുടെ മകനെ അവർ കണ്ടത് വചനപ്രഘോഷകനായി ശാലോൺ ടെലിവിഷനിൽ വചനപ്രഘോഷണ വേദികളിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതാണ്. തീർന്നില്ല, 6 മാസത്തിനകം മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി കൽപ്പിച്ച എൻ്റെ സഹോദരി ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടി. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്തതാണ്. 1994 എൻ്റെ മൂത്ത സഹോദരൻ വിദേശത്തായിരുന്നു. അദ്ദേഹം ലീവിന് വന്നപ്പോൾ ഡിവൈന് ധ്യാനം കൂടാൻ വന്നു. അവിടെ സ്റ്റേജിൽ പാട്ട് പാടുന്നൊരു പെൺകുട്ടിയെ കണ്ട് പരിചയപ്പെട്ടിട്ട് അവളോട് ചോദിച്ചു, എൻ്റെ അനുജന് വേണ്ടി ഞാൻ നിന്നെ കല്യാണം ആലോചിക്കട്ടെ? അവൾ പറഞ്ഞു, ഇവിടുത്തെ അച്ഛന്മാരാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. അദ്ദേഹം ധ്യാനം തീർന്ന് ഗൾഫിൽ ചെന്നിട്ട് കുര്യാക്കോസ് പുന്നോലച്ചന് കത്തയച്ചു. ഈ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ കാണിച്ചു. അച്ഛൻ എൻ്റെ മാതാപിതാക്കളെ വിളിപ്പിച്ച് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യം ക്രമീകരിച്ചു. അങ്ങനെ 1994 ഓഗസ്റ്റ് മാസം 25-ാം തീയതി കൊട്ടിയം നിത്യസഹായ മാതാ ലത്തീൻ കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരാകുമ്പോൾ ഞാൻ കത്തോലിക്ക സഭയിൽ അംഗമായി മാറിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 95-ൽ കർത്താവ് ഞങ്ങൾക്കൊരു മകളെ തന്നു. ആ മകൾ ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ BSc പഠിച്ച് അവിടെ ജോലിയെടുത്ത് ഇന്ന് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് അവൾ വർക്ക് ചെയ്യുന്നു. 2023-ൽ അവളുടെ കല്യാണമായിരുന്നു. അവൾ വിവാഹം ചെയ്തത് തൊട്ടടുത്ത ഇടവക പടപ്പക്കര ഇടവകയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ ജ്യേഷ്ഠന്മാർ 2 പേര് അച്ഛന്മാരാണ്. ഒരു ഫാദർ സന്തോഷും
ഒരു ഫാദർ ഷിൻഡോയും, അവൻ്റെ അങ്കിള് ഈ ഇടവകയിൽ അംഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ 2 മക്കളും വിദേശത്ത് ജോലി ചെയ്യുന്നു. അതിനുശേഷം കർത്താവ് ഞങ്ങൾക്കൊരു മകനെ തന്നു. അവൻ മകൻ ബികോം കഴിഞ്ഞിട്ട് നിൽക്കുന്നു. അതിനുശേഷം കർത്താവ് ഒരു മകളെ തന്നു. ആ മകളിപ്പോൾ ഫിസിയോതെറാപ്പിക്ക് 2nd ഇയർ പഠിക്കുന്നു. നോക്കിയേ, എൻ്റെ ഭാര്യ പണ്ട് 91-ലോ 92-ലോ ഒക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പാ കുര്യാക്കോസ് അച്ഛൻ്റെ കൺവെൻഷന്, ഈ കുമ്പളം ഇടവകയിൽ നടന്ന കൺവെൻഷന് പാട്ടുപാടാൻ വന്ന പെൺകുട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും.